Hi and good morning everyone. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പറേഷൻസ് മാനേജർ പ്രൊഡക്ഷൻ പ്രോസസ്സ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന കുറച്ച് ഡിസിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ മെത്തേഡ് ഡിസിഷൻ. പ്രൊഡക്ഷൻ മെത്തേഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഡിസിഷൻ എടുക്കുക, അത് ഡിസൈഡ് ചെയ്യുക, അതാണ് പ്രൊഡക്ഷൻ മെത്തേഡ് ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസും നമ്മൾ പറഞ്ഞു. പ്രൊഡക്ഷൻ പ്രോസസ്സിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്സ്, മാസ് പ്രൊഡക്ഷൻ ഉണ്ട്, മാസ് കസ്റ്റമൈസേഷൻ, അതുപോലെ തന്നെ മേക്ക് ടു ഓർഡർ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് അതിൽ ഉപയോഗിക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനാണ്. നമ്മൾ പ്രൊഡക്ഷൻ മെത്തേഡ്സ് ഡിസൈഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഫെസിലിറ്റീസിന് ഡിസൈഡ് ചെയ്യണം. അതായത് എവിടെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ എത്ര വലുതായിരിക്കണം നമ്മുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്, പിന്നെ എങ്ങനെയൊക്കെ ആയിരിക്കണം ഈ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് വിന്യസിക്കേണ്ടത്. ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ ഫെസിലിറ്റീസ് ഡിസിഷനിലാണ് എടുക്കുന്നത്. അതായത് where the goods will be manufactured, how large the manufacturing facilities will be, and how those facilities will be laid out. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫെസിലിറ്റീസ് ഡിസിഷനിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഡിഫറെൻറ്റ് ഫെസിലിറ്റീസിനെ അനലൈസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് സൈറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലൊക്കേഷൻ. ഈ ഒരു പ്രൊഡക്ഷൻ നടക്കേണ്ട ലൊക്കേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് മാനേജേഴ്സ് കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവായിരിക്കണം, പിന്നെ അതുപോലെ തന്നെ സ്കിൽഡ് ലേബേഴ്സിന് നമുക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു സ്ഥലത്തായിരിക്കണം നമ്മുടെ ഒരു പ്രൊഡക്ഷൻ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യേണ്ടത്. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ ജീവിക്കാൻ കൂടിയും, അതായത് ആ ഫേമിന് അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ജീവിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം, ഒരു പ്ലഷർ ഉണ്ടാവുന്ന ഒരു സ്ഥലത്തായിരിക്കണം ആ ഒരു ഫേം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നല്ല ബിസിനസ് ക്ലൈമറ്റ് ഉണ്ടായിരിക്കണം. ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ ഒരു സൈറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് മാനേജേഴ്സ് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പാസിറ്റി പ്ലാനിങ് നോക്കണം. അതായത് ആ ഒരു ഫേമിനകത്ത് യൂസ് ചെയ്യുന്ന മെഷീൻസിനൊക്കെ എത്ര കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് പ്ലാൻ ചെയ്യുക. The next step is to decide on volume of output by forecasting demand for the proposed product. നമ്മളുടെ പ്രൊപ്പോസ്ഡ് പ്രൊഡക്റ്റിന് എത്ര ഡിമാൻഡ് ഉണ്ട്, അതിനനുസരിച്ചുള്ള ഒരു വോള്യൂം നമുക്ക് ആ ഒരു മെഷീനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത് പ്ലാൻ ചെയ്യുക. അതാണ് കപ്പാസിറ്റി പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പർച്ചേസിങ് ആൻഡ് സപ്ലയർ സെലക്ഷൻ എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. പർച്ചേസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നൊക്കെയാണ് പ്രൊഡക്റ്റ് പ്രൊക്യൂർ ചെയ്യേണ്ടത്, ഏതൊക്കെ സപ്ലയറിൽ നിന്ന് പ്രൊഡക്റ്റ് പ്രൊക്യൂർ ചെയ്യണം. മാർക്കറ്റിൽ ഒരിക്കലും സപ്ലയേഴ്സിന് ഒരു സ്കേഴ്സിറ്റി ഉണ്ടാവില്ല. ഒരുപാട് സപ്ലയേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ നമ്മൾ പ്രൊഡക്ഷൻ മാനേജർ അപ്പോൾ വളരെ എന്താ പറയുക, വിജിലൻ്റ് ആയിരിക്കണം. ഒരു വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ആരാണോ അയാൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള കമ്മോഡിറ്റി അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ എത്തിച്ചു നൽകുന്നത്, അയാളെ ആയിരിക്കണം ഈ മാനേജർ അവരുടെ സപ്ലയറായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ വളരെ ഒരു എന്താ പറയുക, ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ സപ്ലയറിനെ ഡിസൈഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് മാനേജർ കൺസിഡർ ചെയ്യണം. അതെന്തൊക്കെയാണ്? വെൻഡർക്ക് ഈ ഫേമിന് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് റീസണബിൾ അല്ലെങ്കിൽ സെൻസിബിൾ പ്രൈസിൽ നൽകാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞാൽ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. ക്വാളിറ്റി നല്ലതാണോ, ഇസ് ദ ക്വാളിറ്റി ഗുഡ് എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്, മാനേജർ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. അതായത് അവർ സ്വയം ഇങ്ങനെ വിലയിരുത്തുകയാണ് സപ്ലയറിനെ ഇങ്ങനെ, ഐ മീൻ ഒരു മാനേജർ
ഇതിപ്പോൾ അവർ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ ക്വാളിറ്റി നല്ലതാണോ എന്നുള്ളത് അവർ ആ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റിൽ ഇറങ്ങി അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇനി വെൻഡർ ഡിപ്പെൻഡബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായത് അയാൾ റൈറ്റ് ടൈമിൽ അത് എത്തിച്ചു തരുന്ന ആളാണോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞാൽ ഇസ് ദ കമ്പനി ഈസി ടു വർക്ക് വിത്ത്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കസ്റ്റമർ ആണോ, യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കസ്റ്റമർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇത്രയും ക്വസ്റ്റ്യൻസ് സപ്ലയറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് മാനേജർ വിലയിരുത്തണം. എന്നിട്ട് വേണം ഒരു സപ്ലയറെ സെലക്ട് ചെയ്യാനായിട്ട്. ബിക്കോസ് ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. ഇനി നമുക്ക് ഈ പർച്ചേസിങ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയും ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഈ പർച്ചേസിങ് എന്താണ്? ഈ പർച്ചേസിങ് നിങ്ങൾ ഇതിൻ്റെ വേറൊരു കൺസെപ്റ്റ് നിങ്ങൾ ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് കൺസ്യൂമിങ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ആരൊക്കെയാണോ അതിന് പ്രൊവൈഡ് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട്, ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു. അതാണ് അതിന് എക്സാമ്പിളാണ്, അങ്ങനെയുള്ള സൈറ്റ്സിന് എക്സാമ്പിളാണ് ആമസോണൊക്കെ. ഇനി നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ സൈറ്റിൽ തന്നെ കയറാം. ലൈക്ക് മൊബൈൽ ഫോൺസൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ സാംസങ്ങിൻ്റെ സൈറ്റിൽ തന്നെ കയറാം. അല്ലെങ്കിൽ വാച്ചസ് ഒക്കെ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്കിൻ്റെ സൈറ്റിൽ തന്നെ കയറാം. അങ്ങനെ അവരുടേതായിട്ടുള്ള സൈറ്റിൽ കയറിയിട്ട് ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് വെൻഡേഴ്സ് വരുന്ന വെബ്സൈറ്റ്സിലും പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതേ ഒരു ഫെസിലിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഈ പർച്ചേസിങ്ങിലും ഉള്ളത്. അവിടെ ഈ ഒരു മാനേജർ പോയിട്ട് അയാൾക്ക് വേണ്ട റോ മെറ്റീരിയൽസ് വിൽക്കാൻ തയ്യാറായിട്ടുള്ള സപ്ലയേഴ്സുള്ള അവരെയൊക്കെ ഒന്നിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ഒന്നെങ്കിൽ ചെക്ക് ചെയ്യാം, ലൈക്ക് ആമസോണിൽ നമ്മൾ ചെയ്യുന്ന പോലെ. അല്ലെങ്കിൽ ഈ സപ്ലയറിൻ്റെ ഓൺ വെബ്സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ ഓർഡർ പ്ലേസ് ചെയ്യുക. നമ്മൾ സാധാരണ മറ്റേതിൽ ചെയ്യുന്ന പോലെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. അത് ഓൺലൈനായിട്ട് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഈ പർച്ചേസിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. താങ്ക് യു എവ്രി വൺ.